തിരുവനന്തപുരത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടരുമ്പോൾ നിലവിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കെ.സി. വേണുഗോപാലിനെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. വിജിൻ വായാന്തോട് വീടിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, അല്പസമയം മുൻപ് വി ഡി സതീശൻ അവിടെ എത്തുന്നു. കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ഉപാധികളിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ വിഷയങ്ങളടക്കം ചർച്ചയിലേക്ക് വരും. ഒപ്പം തന്നെ കെ.സി. മന്ത്രിസഭയിൽ പിടിമുറുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അദ്ദേഹം നോമിനിയായി മുന്നോട്ട് വെച്ച ആളുകളുടെ കാര്യം, ഇക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു ചർച്ചയുടെ പരിധിയിലേക്ക് വരികയാണോ? ജിൽസി, ഇനി സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ കടുംപിടുത്തം കെ.സി. പക്ഷവും ഒപ്പം തന്നെ ആർ.സി. പക്ഷവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ മന്ത്രിസഭാ രൂപീകരണത്തിൽ മന്ത്രിമാർ ആരൊക്കെ ആകണമെന്ന തീരുമാനത്തിൽ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. എന്തായാലും ചർച്ചകൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡിന്റെ അനുമതി വാങ്ങിക്കേണ്ടതുണ്ട്. അതിനായുള്ള തീവ്രമായ ശ്രമം തന്നെയാണ് നിലവിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. 6-ന് മുകളിൽ മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ ആദ്യം മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആകണം എന്ന ആവശ്യം അത് ഹൈക്കമാൻഡ് കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ തള്ളുകയായിരുന്നു. അതിനുശേഷം തന്റെ പക്ഷത്തു നിന്നുള്ള 6 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ള സമ്മർദ്ദമാണ് കെ.സി. വേണുഗോപാൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 6 മന്ത്രിമാർ എന്നുള്ളത് താൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അത് ഏതെങ്കിലും തന്റെ പക്ഷക്കാർ എന്നുള്ള നിലയിൽ അല്ല, അത് സാധാരണഗതിയിൽ മന്ത്രിസ്ഥാനത്തേക്ക് എത്തേണ്ടവരാണ്, വിജയിച്ചു വന്ന എം.എൽ.എമാരിൽ മന്ത്രിസ്ഥാനത്തേക്ക് എത്തേണ്ട കോൺഗ്രസ് നേതാക്കളാണ് എന്നതാണ് കെ.സി. വേണുഗോപാലിന്റെ വാദം എന്ന് പറയുന്നത്. അതിനിടയിലാണ് 3 മന്ത്രിമാർ എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് രമേശ് ചെന്നിത്തലയും നിലവിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. കടുത്ത അതൃപ്തി അത് വി ഡി സതീശൻ രണ്ടാമതും കൂടിക്കാഴ്ചക്കായി എത്തിയ ശേഷവും ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് തുടരുകയാണ്. അതിനിടയിലാണ് AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അകത്ത് ഇരുവരും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് മന്ത്രിമാരുടെ എണ്ണത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ എന്തായാലും കെ.സി. വേണുഗോപാൽ ഉള്ളത്. രാവിലെ മുതൽ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് KPCC പ്രസിഡന്റ് ഒപ്പം തന്നെ UDF കൺവീനർ മറ്റ് മുതിർന്ന നേതാക്കൾ MP-മാർ MLA-മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം എത്തിയിരുന്നു. ഉച്ചയ്ക്ക് മുന്നായി തന്നെ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ കാണുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് രമേശ് ചെന്നിത്തലയെ കാണുന്നില്ല, ആലപ്പുഴയിലേക്കാണ് കെ.സി. വേണുഗോപാൽ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ എന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വന്നു. പക്ഷേ നിലവിൽ കെ.സി. വേണുഗോപാൽ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നാളെ ഗവർണർക്ക് മന്ത്രിമാരുടെ ലിസ്റ്റ് സമർപ്പിക്കണം. അതിനു മുമ്പ് ഹൈക്കമാൻഡിൽ നിന്ന് അനുമതി വാങ്ങണം. UDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏകദേശ ധാരണ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ 2 മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഏകദേശം UDF തീരുമാനത്തിന് ഒപ്പം കോൺഗ്രസ് തീരുമാനത്തിനൊപ്പം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ UDF-ലെ ഈ മന്ത്രിസഭാ തീരുമാനം, മന്ത്രിമാരുടെ തീരുമാനം ഒക്കെ പൂർത്തീകരിക്കാൻ അപ്പോൾ എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്. മാരത്തൺ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ചില നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിക്കാൻ കഴിയാത്തത് ചർച്ചയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്ത്.